കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഇന്ന് വൈകിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം, നീ എന്നോടൊപ്പം വരുമോ? ഇത് കേട്ട് സുധീഷിന് ഒത്തിരി സന്തോഷമാവാണ്. അതെന്താ നിധി നീ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിന്നോടൊപ്പം ഏത് സമയം വേണമെങ്കിലും വരാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ വരണോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട, ഇന്ന് വൈകുന്നേരം മതി. അങ്ങനെ നിധി റൂമിലേക്ക് കയറി പോവാണ്. ഇത് കേട്ടതും സുധീഷിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ഓടിച്ചെന്ന് നികേഷിനെയും ഹരീഷിനെയൊക്കെ പിടിച്ച് വട്ടം കറക്കുകയാണ്. പിന്നീട് സുഭാഷേട്ടനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായതും സുധീഷ് നിധിയെ കൊണ്ട് പുറത്തു പോകുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സുധീഷ് ഇടയ്ക്കിടയ്ക്ക് നിധിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നിധി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നിനക്കിപ്പോഴും എന്നോട് പിണക്കമാണോ? ഇത് കേട്ടത് നിധി പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കേ. പിന്നീട് സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. നിധിയാണെങ്കിൽ വളരെ ടെൻഷനിലാണ്. കുറച്ചു ദൂരം വണ്ടി ഓടിച്ചതും നിധി വണ്ടി നിർത്തുമെന്ന് പറയുന്നുണ്ട്. സുധീഷ് വണ്ടി നിർത്തിയതും നിധി കാറിൽ നിന്നും ഇറങ്ങുവാണ്. ചുറ്റുപാടും നോക്കുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി നിധി, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്താണെങ്കിലും പറഞ്ഞോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് നികേഷിൻ്റെ അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുമോ എന്ന് നിധി ചോദിക്കുകയാണ്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുള്ളവർ ചിലരൊക്കെ അവരെ അച്ഛൻ കൊന്നു എന്നാണ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നുണ്ട് അവർ എവിടെ പോയെന്ന്. എന്താ സത്യമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവർ ജീവനോടെ ഉണ്ടെന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അവർ ജീവനോടെയുണ്ടോ? നീ കണ്ടോ? ഞാൻ ഇവിടെ വെച്ച് അവരെ കണ്ടു. ദേ അവിടെ നിന്ന് നടന്നു വരുന്നതാണ് കണ്ടത്. ഇത് കേട്ട് സുധീഷ് ചുറ്റുപാടും നോക്കുന്നുണ്ട്. ദൂരേക്കൊക്കെ നോക്കുകയാണ്. നീ ഇവിടെ വെച്ച് തന്നെയാണോ കണ്ടതെന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. അതെ, ഇന്ന് ഞാൻ നികേഷുമായിട്ട് സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൂരെ നിന്നും വരുന്നത് കണ്ടു. 2 മാസം മുൻപ് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്തും ഞാൻ അവരെ കണ്ടു. പക്ഷേ അത് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. വീണ്ടും അവരെ ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഞാനിത് സുധീഷിനോട് പറയാമെന്ന് വിചാരിച്ചത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധി നീ അവരെ ശരിക്കും കണ്ടോ? അത് നികേഷിൻ്റെ അമ്മ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാണ്, അത് അവർ തന്നെയാ. ഞാൻ അവരെ മുന്നേ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാനിന്ന് ഉച്ചയ്ക്ക് നികേഷിനെയും കൂട്ടി വരുമ്പോഴാണ് അവരെ കണ്ടത്. എനിക്ക് പേടിയായിരുന്നു, നികേഷ് അവരെ എങ്ങാനും കണ്ട് അവൻ പ്രശ്നമുണ്ടാക്കിയാലോ എന്ന്. നിധി ഇങ്ങനെ പറയുന്ന കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അതിനെന്താ, അത് അവൻ്റെ അമ്മയല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? നികേഷ് അവൻ്റെ അമ്മയാണെന്ന് വിചാരിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവരതിന് പ്രശ്നമുണ്ടാക്കിയാലോ? 90% അവൻ്റെ അമ്മയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഒരു 10% എങ്ങാനും അല്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? ഇനി നമുക്ക് അവൻ്റെ അമ്മയാണതെന്ന് കൺഫേം ചെയ്തതിന് മാത്രം അവനോട് സംസാരിക്കാം. എന്തായാലും അവരുടെ വീട് ഇവിടെ എവിടെയോ ആണ്, അതെനിക്ക് ഉറപ്പാ. ഇവിടെ അടുത്താണ് അവരുടെ വീടെന്ന് നിനക്കെങ്ങനെ ഉറപ്പെന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അല്ല, അവർ കാഷ്വലായിട്ടാണ് ഡ്രസ്സ് ധരിച്ചിരുന്നത്. പിന്നെ മുടിയെല്ലാം ചുറ്റിക്കെട്ടി വെച്ചിരുന്നു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ചുറ്റുവട്ടത്ത് എവിടെയാണ് വീടെന്ന് ഞാൻ പറയുന്നത്. ശരി നിധി, ഞാൻ അവരെ കണ്ടുപിടിച്ചോളാം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, കണ്ടുപിടിക്കണം സുധീഷ്. എന്തായാലും നമ്മുടെ നികേഷിൻ്റെ അമ്മ ഇവിടെ ചുറ്റുവട്ടത്തുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഇപ്പോൾ എന്തായാലും നികേഷ് ഇത് അറിയണ്ട. അറിയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. എനിക്കുറപ്പാ അവരിവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിധി ചുറ്റുപാടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം സുധീഷ് നിധിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നത്? പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, സോറി നിധി. എന്തിനെന്ന് നിധി ചോദിക്കുമ്പോൾ, ഗായത്രി വിഷയത്തിൽ സോറി. ഇത് ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ കുട്ടി ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ശരിക്കും കേൾക്കാറ് പോലുമില്ല. ഞാൻ ഗായത്രിയോട് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് ദേഷ്യം വരും, അതിനു വേണ്ടിയാണ് ഞാൻ എന്നിങ്ങനെ മടിച്ച് സുധീഷ് പറയുകയാണ്. ഇത് കേട്ട് സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവളോട് സംസാരിക്കുമ്പോൾ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? അതെനിക്കറിയില്ല. നിനക്കങ്ങനെ ദേഷ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. സോറി എന്ന് വീണ്ടും പറയുകയാണ് സുധീഷ്. സോറി എന്നോടല്ല പറയേണ്ടത്, ആ ഗായത്രിയോടാ. പാവം കുട്ടിയത്. നീ പറയുന്നതെല്ലാം വിശ്വസിച്ച് ആ കുട്ടി വളരെ ഹേർട്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് എന്നെ ഇത്രമാത്രം ഒരു പെൺകുട്ടി സ്നേഹിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. സോറി നിധി, ഞാൻ ഗായത്രിയോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഗായത്രിയെ ഞാൻ വേദനിപ്പിച്ചു, നിന്നെയും വേദനിപ്പിച്ചു, വീട്ടിലുള്ള എല്ലാവരെയും വിഷമിപ്പിച്ചു. ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, നിങ്ങൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്തത് തന്നെയാണ്. അപ്പോൾ സുധീഷ് അത് സമ്മതിക്കുകയാണ്. ശരി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതാണ്, പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല.
ശരി, നടക്കാനുള്ളതെല്ലാം നടന്നു, അതെല്ലാം വിട്ടേക്ക്. ഇനി നമുക്ക് നികേഷിൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യാന്ന് ചിന്തിക്ക്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ശരി, ഇവിടെ എവിടെയോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചല്ലോ, ഇനി അത് എവിടെയാണെന്ന് മാത്രമല്ലേ അത് ഞാൻ കണ്ടുപിടിച്ചോളാം, നീ സമാധാനമായിട്ടിരിക്കേ. ശരി നിധി, നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. വണ്ടിയിൽ കയറിയിരുന്നിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ സുധീഷ് വീണ്ടും നിധിയോട് സോറി പറയാണ്. സോറി നിധി, എന്നോട് ക്ഷമിക്കണമെന്ന് വീണ്ടും പറയുന്നു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എന്തിനാ വീണ്ടും വീണ്ടും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞില്ലേ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പറഞ്ഞുകൊണ്ട് നിധി ചിരിക്കുകയാണ്. പക്ഷേ സുധീഷ് മനസ്സ് ചിന്തിക്കുന്നുണ്ട്, നിനക്കാണോ ദേഷ്യം വരാത്തത്? ഞാനൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിനക്ക് എത്രമാത്രം ദേഷ്യം വരുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ, ഞാനത് മനസ്സിലാക്കിയതുമാണ്. അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഗായത്രിയുമായിട്ട് സംസാരിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞിട്ടും സുധീഷ് വണ്ടി എടുക്കാത്തത് കണ്ട് നിധി സുധീഷിനെ നോക്കുവാണ്. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? വണ്ടി എടുക്ക്. ഓക്കെ നിധി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതേ സമയം കിളിക്കൂട്ടിൽ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നീതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടന് സന്തോഷമാവുകയാണ്. ആ മോളെ നീയോ, എന്താ ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് ഫോൺ എടുക്കുന്നില്ല. ഞാൻ കുറേ നേരമായി ഫോൺ അടിക്കുന്നു, പക്ഷേ അവൻ എടുക്കുന്നതേ ഇല്ല. അവനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ശരി മോളെ ഇരിക്ക്, ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ കിച്ചണിലേക്ക് പോവാണ്. ഇതേ സമയം നീതു ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷേ ഞാൻ ഫോൺ അടിച്ചിട്ട് നീ എടുക്കാത്തത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. വീട്ടിലെന്താ ഇത്രമാത്രം പ്രശ്നമെന്ന് നീതു ചോദിക്കുന്നുണ്ട്. ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് നികേഷ് അതെ ആ ബസ് സ്റ്റോപ്പിലുള്ള എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ചുണ്ടിനൊരു അടി കൊടുക്കുകയാണ് ഹരീഷ്. ചുമ്മാതിരിയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷിന് മനസ്സിലാവുന്നുണ്ട് താൻ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഹരീഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്. നീതുവിന് ദേഷ്യം വരുന്നുണ്ട്. എന്താ നികേഷ് നീ പറയാൻ തുടങ്ങിയത്? പറ. ഒന്നുമില്ലാന്ന് അവൻ പറഞ്ഞില്ലേന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അല്ല, അവൻ പറയാൻ തുടങ്ങിയതാ, നീ എന്തിനാ തടുക്കുന്നത്? നീതുവിന് ദേഷ്യം വന്നോന്ന് മനസ്സിലാക്കിയ ഹരീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് നീതുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വാ നീതു, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഞാൻ വിളിച്ചിട്ടെന്താ നീ എടുക്കാത്ത ഹരീഷേ, അത് പറ എന്ന് പറഞ്ഞുകൊണ്ട് നീതു ഹരീഷിൻ്റെ പിറകെ ചെല്ലുന്നുണ്ട്. പുറത്തെത്തിയതും ഹരീഷ് ചോദിക്കുന്നുണ്ട്, നീതു നീ സുഖമായിട്ടിരിക്കുകയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ? വീട്ടിൽ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, പക്ഷെ എന്താണെന്ന് പറയുന്നില്ലല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? അതെന്താ ഹരീഷ്, നിന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞിരിക്കണ്ടേ? എന്തിനാ നീതു അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഹരീഷേ, ഞാൻ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാനും അറിയണ്ടേ? ഇത് നിന്നെ അറിയിക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല നീതു. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം, നീ അത് വിട്ടേക്ക്. നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ദാ ആ നിൽക്കുന്ന സൈക്കിളിലാണെന്ന് പറയുന്നുണ്ട് നീതു. ഈ രാത്രിയിൽ എന്തിനാ നീതു ഈ ഇങ്ങനെ സൈക്കിളിലൊക്കെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താ ഹരീഷ് ഇത്, നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ വന്നത്, അതിന് നീ എന്നെ വഴക്ക് പറയുകയാണോ? വഴക്ക് പറയുന്നതല്ല, ഫോൺ എടുത്തില്ലെങ്കിൽ നിനക്കൊരു SMS അയച്ചാൽ മതിയായിരുന്നില്ലേ, രാത്രിയിലെങ്ങും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത് എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവരെ ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ചായ കുടിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുവാണ് നീതു. നീ തനിയെ പോകണ്ട, നിന്നെ ഞാൻ വീട്ടിലേക്കാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് കൂടെ ചെല്ലുന്നുണ്ട്. ഇതേ സമയം നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛനൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിധി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛൻ്റെ ആ പനിയൊക്കെ മാറിയോ? ഇത് കേട്ടതും അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് എന്തോ മഹാരോഗം വന്ന പോലെയാണല്ലോ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു പനിയല്ലേ, സാധാ ഒരു പനി, അതെപ്പോഴോ മാറി. ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് മടിച്ചിട്ടാണെങ്കിലും വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, അതെന്താ നീ വെള്ളം കുടിക്കാറില്ലേ, അതുപോലെ ഞാനും വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ആ വെള്ളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റേ വെള്ളം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്. നിങ്ങളെ തിരുത്താൻ പറ്റത്തേ ഇല്ല അച്ഛാ, നിങ്ങളുടെ സ്വഭാവം മാറത്തില്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതിന് എന്നെ തിരുത്താൻ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അന്ന് എന്നെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കേട്ടല്ലോ. ഇത് കേട്ടതും അച്ഛൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അന്ന് നീ എന്നെ നന്നായി നോക്കി, അതിന് ഒരു കോടാനുകോടി നന്ദിയുണ്ട്.
ഇതിനു വേണ്ടി നീ എന്തിനാ ഇങ്ങനെ ഞൊയ് ഞൊയ് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നാൽ നിധി അകത്തേക്ക് കയറി പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് പിറകിലൊരു ശബ്ദം കേട്ട് നിധി തിരിഞ്ഞു നോക്കുകയാണ്. അത് സുധീഷായിരുന്നു. എന്താണെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആംഗ്യഭാഷയിൽ നിധി പറയുന്നുണ്ട്, നികേഷിൻ്റെ അമ്മയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ചോദിക്ക്. അച്ഛനൊരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നികേഷിൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും അച്ഛനൊന്ന് സ്റ്റെക്ക് ആവുന്നുണ്ട്. അച്ഛൻ ഇടം കണ്ടിട്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഒന്നും പറയാതിരിക്കുന്നത്? ഞാൻ നിങ്ങളോടാ പറയുന്നത്. ഞാനിന്ന് നികേഷിൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും അച്ഛൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അടുത്തേക്ക് വരുന്നത് തന്നെ എനിക്ക് പേടിയാണ്. നീ എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നിമിഷം മിണ്ടാതിരുന്നതിന് ശേഷം അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെയാ അവരെ കണ്ടത്? ഇതാ ഇവിടെ അടുത്ത് തന്നെ അച്ഛാ. ഞാൻ നികേഷിനെയും കൊണ്ട് വരുമ്പോഴാണ് കണ്ടത്. പക്ഷെ അവൻ കണ്ടിട്ടില്ല. എന്തോ ഭാഗ്യം. നീയും കാണാൻ പാടില്ലായിരുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. എനിക്കൊരു വിഷയം മനസ്സിലാവുന്നില്ല അച്ഛാ. അവൻ്റെ അമ്മ ചെന്നൈയിലാണെന്നും അച്ഛൻ പറഞ്ഞു. പക്ഷേ അവരിവിടെ തന്നെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് അപ്പോൾ എന്താ അച്ഛൻ അവനോട് പറയാത്തത്? നിനക്ക് ചുമ്മാതിരിക്കാൻ വയ്യേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ ചോദിക്കുന്നത് കേട്ടില്ലേ, മറുപടി പറയ്. ഇത് കേട്ട് അച്ഛനും ദേഷ്യം വരുവാണ്. അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറയില്ല. നീ എന്ത് ചെയ്യും? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് കേട്ടില്ലേ എന്ന് നിധി പറയുന്നുണ്ട് സുധീഷിനോട്. പെട്ടെന്ന് അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങളും കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അകത്ത് നികേഷുണ്ട്. നികേഷ് കേൾക്കാൻ പാടില്ല. അച്ഛൻ സത്യം പറയണം. നികേഷിൻ്റെ അമ്മ ചെന്നൈയിലാണെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ തന്നെയുണ്ട്. ആ സത്യം അച്ഛൻ അറിയാവുന്നതുമാണ്. എന്തുകൊണ്ടാണ് പിന്നെ നികേഷിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്? ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടാൻ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അവൻ്റെ അമ്മ ഇവിടെയൊന്നുമില്ല. നീ വേറെ ആരെയോ കണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് അവൻ്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും തെറ്റുപറ്റിയിട്ടില്ല. അത് അവൻ്റെ അമ്മ തന്നെയാണ്. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. എനിക്ക് അവൻ്റെ അമ്മയാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും അവൻ്റെ അമ്മയെ കണ്ടുപിടിച്ചിരിക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തലയിടുന്നത്? എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിന്റെ തലയിൽ കയറ്റി വെക്കണം. നിനക്ക് ഓഫീസിൽ നിന്നും ഹോംവർക്കൊന്നും തരുന്നില്ലേ നിധി? നിനക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറയാച്ചാ. വിഷയം മാറ്റണ്ട. എന്താ അവൻ്റെ അമ്മയെ ഇവിടെയുള്ള കാര്യം അച്ഛൻ പറയാത്തത്? അതിനുള്ള കാരണം എന്താണ്? നിനക്ക് ചില വിഷയങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിധി. നീ നിന്റെ കാര്യം നോക്ക്. അച്ഛൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് സുധീഷിനും ഡൗട്ട് ആവുന്നുണ്ട്. ഇതിലെന്തോ കാര്യമുണ്ടല്ലോ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, അച്ഛാ ഇതിലെന്തോ പ്രശ്നമുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്താ പ്രശ്നമെന്ന് പറയാനാ പറഞ്ഞത്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ കൊന്നതുപോലെ അവൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അവരെ കണ്ടെന്ന് നിധി പറയുമ്പോൾ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അവർ തനിയെ ജീവിക്കുന്നത്? നികേഷിനെ കാണാൻ പോലും വരുന്നില്ലല്ലോ. നിധി ചോദിക്കുന്നതിലും കാര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവൾ ചോദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും നുണ പറയുന്നതല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാ. ഇത് കേട്ട് അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്. നീ ചോദിക്കുന്നതിനും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. ഏയ് അച്ഛാ ഒന്ന് പതുക്കെ സംസാരിക്കേ, നികേഷ് കേൾക്കും. അവനിത് അറിയാൻ പാടില്ല. നികേഷ് അറിയാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. അല്ലാതെ പേ പിടിച്ചതുപോലെ ഈ വിഷയത്തിന് പിറകെ നടക്കരുത്. ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നിധി, നീ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ്. ഇതേസമയം അച്ഛനാകെ ടെൻഷനാവുന്നുണ്ട്, തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഇത് കണ്ട് സുധീഷിനും എന്തൊക്കെയോ ഡൗട്ട് തോന്നുവാണ്. പിന്നീട് നിധി പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സുധീഷേ. അച്ഛൻ മുണ്ടുന്നില്ല, അച്ഛൻ പറയാതിരിക്കുന്നതാ. അച്ഛൻ്റെ വായിൽ നിന്നും ഒന്നും അറിയാൻ കഴിയില്ല നിധി. നമുക്ക് കണ്ടുപിടിക്കാം. നീ ഒരു ദിവസത്തെ സമയം താ എനിക്ക്, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നിധി പറയുന്നുണ്ട്, അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അച്ഛൻ അറിയാം. അത് പറഞ്ഞാൽ അച്ഛൻ എന്താ പ്രശ്നം? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അച്ഛൻ്റെ വായിൽ നിന്നും അത് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ സമയം ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നമുക്കെല്ലാം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അച്ഛൻ്റെ മുന്നിൽ ചോദിച്ചറിയാം. രാവിലെ എഴുന്നേറ്റതും സുഭാഷ് ഏട്ടന് കാല് ഭയങ്കര വേദന. നികേഷ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് നിധി എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലൊന്ന് വഴുക്കി
കാലുളുക്കി എന്നാ തോന്നുന്നത്. ഭയങ്കര വേദന, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഓ അവിടെ കിടക്കുന്ന മാറ്റിൽ ചവിട്ടിയിട്ടുണ്ടാവും അല്ലേ സുഭാഷ് ഏട്ടാ? അതേന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ, അത് കുറച്ച് ദിവസമായില്ലേ ഞാൻ പറയുന്നു, നല്ല വഴുക്കലുണ്ട്, മാറ്റാൻ സുഭാഷ് ഏട്ടൻ ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പറയുന്നുണ്ട്, ഓഹോ നിങ്ങൾക്കത് അറിയാമായിരുന്നു അതിൽ ചവിട്ടിയാൽ വീഴുമെന്ന്, എന്നിട്ടും നിങ്ങൾ വേറെ വാങ്ങിച്ചിട്ടില്ല, അതല്ലേ കാര്യമെന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് ആകെ ചമ്മലാകുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി സുഭാഷ് എന്ന് ചോദിക്കുകയാണ്. കാലൊന്ന് ഒളുക്കി അച്ഛാ, ഭയങ്കര വേദന എന്ന് പറയുമ്പോഴേക്കും നിധി റൂമിൽ നിന്നും ഒരു സ്പ്രേ എടുത്തു കൊണ്ടുവരികയാണ്. സുഭാഷ് ഏട്ടാ ഇത് അടിച്ചു നോക്ക്, വേദനയ്ക്കുള്ള സ്പ്രേ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ഛൻ സമ്മതിക്കുന്നില്ല. വേണ്ട, എന്താ സുഭാഷേ ഇതൊക്കെയാണോ അടിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ സുധീഷേ, അവിടെ വിളക്കെണ്ണ ഇരിക്കുന്നുണ്ടാവും, ഇതത് എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് വിളക്കെണ്ണ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അച്ഛൻ സുഭാഷ് ഏട്ടൻ്റെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് വെക്കുന്നുണ്ട്. സുഭാഷേ കുറച്ച് വേദനയുണ്ടാവും, സഹിച്ച് പിടിച്ചോളണം എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടന് പേടിയാവുന്നുണ്ട്. സുധീഷിനോട് പറയുന്നുണ്ട്, എടാ സുധീഷെ വേദന എടുക്കുമെന്ന് അച്ഛൻ പറയുന്നു, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സുധീഷ്. അച്ഛൻ കുറച്ച് എണ്ണ തൻ്റെ കയ്യിലേക്ക് എടുത്ത് കാലിൽ തടവിക്കൊണ്ട് പിന്നെ അങ്ങ് ഒഴിയുകയാണ്. സുഭാഷ് ഏട്ടനത് സഹിക്കാൻ കഴിയുന്നില്ല വേദന. അയ്യോ അച്ഛാ വേണ്ട, എനിക്ക് വേദന എടുക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ല, വേണ്ട അച്ഛാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അച്ഛൻ കേൾക്കുന്നില്ല. അച്ഛൻ വീണ്ടും വീണ്ടും തടവിക്കൊണ്ടേയിരിക്കുകയാണ്. വേദന സഹിക്കാനാവാതെ സുഭാഷ് ഏട്ടൻ കിടന്ന് പുളയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് നിധിക്ക് സഹിക്കുന്നില്ല. അച്ഛ മതി അച്ഛ, കണ്ടോ സുഭാഷ് ഏട്ടൻ വേദന കൊണ്ട് കരച്ചിലായി, മതി എന്ന് പറയുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കാലെടുത്ത് താഴേക്ക് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കേ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമല്ലേ ഇതൊക്കെ മാറത്തുള്ളൂ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോണു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് നിധി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ സമ്മതിക്കുന്നില്ല. നോക്കട്ടെ, കുറവില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പിടിച്ചിരുത്തുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് സുഭാഷ് ഏട്ടായി പോകുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, കിച്ചണിൽ ജോലിയുണ്ട്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നിധി, എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇന്ന് എവിടെ പോവണ്ട, ഭക്ഷണം ഉണ്ടാക്കുകയൊന്നും ചെയ്യണ്ട, അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നിധി ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? അപ്പോൾ നിധി പറയുന്നുണ്ട്, നീ മാത്രമല്ല ഹരീഷും നികേഷും എല്ലാവരും വരട്ടെ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്താലേ പെട്ടെന്ന് അങ്ങ് കഴിയും.